എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 15 ശ്ലോകം 20, 21, 22, 23, 24, 25, 26, 27 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ സുദേവായ. ശ്ലോകം 20. ശ്രീദാമാ നാമ ഗോപാലോ രാമകേശവയോ സഖാ സുബലസ്തോക കൃഷ്ണാദ്യ ഗോപാ പ്രേംണേദമബ്രുവൻ. ഈ ഭഗവാന്റെ ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഇനിയും അതൊക്കെ കാണണം എന്നാ കുട്ടികൾക്ക് മോഹായി. അതില് ശ്രീദാമൻ എന്നു പേരായിട്ടുള്ള ഒരു ഗോപൻ, ആ ഗോപനാണ് ഏറ്റവും ഇഷ്ടമാണ് ബലരാമന്. ഏറ്റവും ഇഷ്ടം ബലരാമന് ശ്രീകൃഷ്ണന്. ഏറ്റവും നല്ല സുഹൃത്താ രാമന്റെ കൃഷ്ണന്റെ ഈ ശ്രീദാമാവ്. അപ്പൊ ശ്രീദാമാവ് ഒരു ദിവസം പറയാണ്. പിന്നെ ശ്രീദാമാവിന്റെ വേറെ കൂട്ടുകാരുണ്ട്, സുബലൻ, സ്തോക കൃഷ്ണൻ, ഇങ്ങനെയൊക്കെയുള്ള മറ്റു ഗോപന്മാരോട് കൂടിയിട്ട് ഒരു ദിവസം വളരെ സ്നേഹത്തോടെ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. രാമ രാമ മഹാബാഹോ കൃഷ്ണ ദുഷ്ടനിവർഹണ ഇതോ വിദൂരേ സുമഹത്വനം താലാളി സങ്കുലം. അത്ഭുത പ്രവൃത്തികൾ കാട്ടാൻ തക്ക ബലമുള്ള ഹേ രാമ. രാമന് എന്തും ചെയ്യാൻ പറ്റും, ഒരു വിഷമമില്ല എന്ത് ചെയ്യാനും. അതാണ് സംബോധന. ഹേ രാമ, പരമാനന്ദം നൽകുന്നവനും ദുഷ്ടന്മാരെ സംഹരിക്കുന്നവനുമായ ഹേ കൃഷ്ണ, ഈ വൃന്ദാവനത്തിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ദൂരമുള്ള നമ്മുടെ അടുത്തായിട്ട് ഒരു വലിയൊരു കാടുണ്ട്. ആ കാട് നിറച്ച് വനംകൂട്ടങ്ങളായതുകൊണ്ട് അതിനെ താലവനം എന്നു പേര്. വൃന്ദാവനത്തിൽ പോയ എപ്പോഴും കാണാം ആ താലവനം. കുറെ ഒക്കെ എപ്പോഴും ഉണ്ട്, പനകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇത്രയും പല വിധത്തിലുള്ള അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് രാമനും. ആ അധികം നല്ല ബലമുള്ള ബലവാന്മാർക്ക് പറ്റണ പ്രവൃത്തികളൊക്കെ ബലരാമനും ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ബഹുവിധത്തിൽ മറ്റുള്ളവരെ രമിപ്പിക്കുന്നവനാകയാൽ രാമൻ. അതാണ് ആ രാമ എന്നുള്ള വിളി. ഇനിയും ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രവൃത്തികളൊക്കെ കാണണം, ഞങ്ങൾക്ക് രസിക്കണം, നിങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് കളിക്കണം എന്നൊക്കെയാണ് അവര്. ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കളിച്ചിട്ടുള്ള മതിയായിട്ടില്ല, അതാ ആനന്ദം. അവര് രണ്ടുപേരും വളരെ സ്നേഹ എല്ലാ ഗോപന്മാർക്കും, രാമനും കൃഷ്ണനും. അവരുടെ കൂടെ എത്ര കളിച്ചിട്ടും രമിച്ചിട്ടും അവർക്ക് മതിയാവണില്ല. നീ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇവര് കാട്ടാൻ പോണേ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് താലവനത്തിലേക്ക് പോവാന്ന് അവര് പറഞ്ഞിരിക്കണത്. എന്നിട്ട് പറയണു, ഫലാനി ഫലാനി തത്ര ഭൂരീണി പതന്തി പതിതാനി ച സന്ധികിന്തു അവരുദ്ധാനി ധേനുകേന ദുരാത്മന. ആ കാട്ടില് നിറച്ചു പനംകൂട്ടാണെന്ന് പറഞ്ഞില്ല. അവിടുന്ന് ഇങ്ങനെ ആ താലഫലങ്ങള്, പനമ്പഴം ധാരാളം അതിങ്ങനെ വീഴുന്നുണ്ട്. കുറെ ഇങ്ങനെ അവിടെ വീണ് കിടക്കണമുണ്ട്. നല്ല പാകം വന്നതും പഴുത്തതും പാകം വരാത്തതും ഒക്കെ ആയിട്ടുള്ള ഇപ്പൊ വീണതും, അതുകൊണ്ട് ഇതിനു മുമ്പ് വീണ് കിടക്കുന്നതും ഒക്കെ എന്തൊരു സ്വാദാന്നോ അതിനൊന്നും അവര് പറയണ. അതീവ മധുരമുള്ളവരാണ് അതൊക്കെ. അപ്പൊ എന്താ പോയി എടുത്തോണ്ടിരാത്തേന്ന് ചോദിക്കണ്ട കേട്ടോ ഞങ്ങളോട്. എന്താ അറിയോ, അവിടെ ദുഷ്ടനായിട്ടുള്ള ഒരു ധേനുകൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസുരനുണ്ട്. അത് കാരണം ഒരാളും അവിടേക്ക് അടുക്കില്ല, താലവനത്തിലേക്ക്. അപ്പൊ ഞങ്ങൾക്കൊന്നും അതെടുത്ത് കഴിക്കാൻ പറ്റാണ്ട് ആ വാസന, എന്തൊരു വാസനയാ വരണത് നോക്കൂ രാമകൃഷ്ണ. അവനെ കൊന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ആ താലഫലങ്ങള് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാന്ന് പറയാണ് അവര്. സോദിവീര്യോ അസുരോ രാമ ഹേ കൃഷ്ണ ഖരരൂപധൃക് ആത്മതുല്യബലൈരന്യേ ജ്ഞാതിഭി ബഹുഭിർവൃതാ.
ഹേ രാമ, ഹേ കൃഷ്ണ, അവനെ ഭയപ്പെട്ടിട്ട് ആ ധേനുകാസുരനെ ഭയപ്പെട്ട കാരണം ഞങ്ങൾക്ക് ആർക്കും അവിടേക്ക് കടക്കാൻ തന്നെ പറ്റില്ല. ഒരാളും ആ താലവനത്തിന്റെ ഉള്ളിലേക്ക് കടക്കില്ല. 2 ശ്ലോകങ്ങൾ കൊണ്ട് പറയാണ്. അവനെ ഭയങ്കര ബലശാലിയാണ്, ദുഷ്ടനുമാണ്. അപ്പൊ ബലരാമന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. രാമ, അത്രയും ബലം രാമനുണ്ടല്ലോ, അതുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ രാമന് പറ്റും. പിന്നെ ഹേ കൃഷ്ണ എന്ന് പറയണു, എത്രയോ അസുരന്മാരെ കൊന്നിരിക്കണു അല്ലേ ശ്രീകൃഷ്ണൻ. അവനെ ഒരു കഴുതയുടെ രൂപത്തിലാ അവിടെ വന്നിരിക്കുന്നത്. ആ ധേനുകാസുരൻ ഒരു കഴുതയുടെ രൂപത്തിലാ. അപ്പൊ നല്ല രസമായിരിക്കും കണ്ണാ. അവനെ നമുക്ക് കൊന്നിട്ട് നമുക്ക് എല്ലാവർക്കും ആ താലഫലം ഭക്ഷിക്കണം. അവന്റെ കൂടെ വേറെ കുറെ ബലവാന്മാരായിട്ടുള്ള കുറെ കഴുതകളും ഉണ്ട്, അസുരന്മാര്. അതുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഞങ്ങൾക്കൊന്നും പോവാൻ പറ്റില്ല. നിങ്ങൾ 2 പേർക്ക് മാത്രമേ പറ്റുള്ളൂ അവനെ ജയിക്കാൻ. നിങ്ങൾക്ക് പറ്റും. അവനെ കൊന്ന് ഈ കാട്ടിലുള്ളവരെ മുഴുവൻ രക്ഷിക്കണം എന്ന് പറയാണ് അവര് രാമനോടും കൃഷ്ണനോടും. തസ്മാൽ കൃതനരാകാരാൽ ഭീതേർനൃഭിരമിത്രഹൻ ന സേവ്യതേ പശുഗണൈ പക്ഷി സംഘേർവിവർജിതം. പൂതനെയൊക്കെ കൊന്ന ആളല്ലേ കൃഷ്ണൻ. എത്ര അസുരന്മാരെ കൊന്നുണ്ട്. അപ്പൊ കണ്ണനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവനെ കൊല്ലാൻ. അവനെ സംഹരിക്കണം. അവനെ ആ അസുരനുണ്ടല്ലോ മനുഷ്യനെയും പിടിച്ചു തിന്നും. അപ്പൊ നമുക്കൊന്നും അവിടേക്ക് അടുക്കാൻ പോലും പറ്റില്ല. പക്ഷികളും കൂടി അവിടേക്ക് ആ ഭാഗത്തേക്ക് പോണില്ല കണ്ണ എന്ന് പറയണവര്. വിദ്യന്തേ അഭുക്തപൂർവാണി ഫലാനി സുരഭീണിജ ഏഷ വൈ സുരഭഗന്ധോ വിഷൂജിനോ അവഗൃഹ്യത്തെ. അപ്പൊ നിങ്ങള് അവിടെ പോയിട്ടില്ലെങ്കിലേ എങ്ങനെ ഇതെങ്ങനെ മനസ്സിലായത്? ആരും അവിടെ പോയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെന്ന്. അത് കണ്ടില്ലേ കൃഷ്ണ, എന്തൊരു സുഗന്ധ വരണേ ആ താലഫലത്തിന്റെ. അത്രയും സുഗന്ധം. അത് കേട്ടിട്ട് ഞങ്ങൾക്ക് കൊതിയായിട്ട് വയ്യ കണ്ണാ രാമ. ഇവിടെ മുഴുവൻ അവിടുന്ന് ഇത്ര ദൂരെ നിന്നും വരുന്നുണ്ട് ആ സുഗന്ധം. കേട്ടില്ലേ നമുക്ക്? ഹായ്, ഞങ്ങൾക്ക് കൊതിയായിട്ട് വയ്യ എന്ന് അവര് പറയാ. പ്രയച്ഛതാനിത കൃഷ്ണ ഗന്ധലോഭിതചേതസാം വാഞ്ചാസ്തി മഹതീ രാമ ഗമ്യതാം യദി രോചതേ. ഞങ്ങൾക്ക് എത്ര കാലായി ഞങ്ങള് ആ താലഫലം കഴിക്കാനായിട്ട്. പനന്നൊങ്ക് അല്ലെ, പനന്നൊങ്ക് എന്നല്ലേ നമ്മള് പറയാ അതിന്. അത് കഴിക്കാനായിട്ട് മോഹിക്കണു. എന്തൊരു സ്വാദായിന്. അതിന്റെ വാസന കേൾക്കുമ്പോ തന്നെ മനസ്സ് അതിങ്ങനെ കഴിക്കാൻ ഞങ്ങളുടെ വായിലേക്ക് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. കൊതിയായിട്ട് വയ്യ കണ്ണാ. നമുക്ക് എല്ലാവർക്കും കൂടി ആ താലവനത്തിലേക്ക് പോവാം എന്ന് പറയാണ്. ഏവം സുഹൃത് വച ശ്രുത്വാ സുഹൃൽ പ്രിയ ചികീർഷയാ പ്രഹസ്യ ജഗ്മദോർഗോപേ വൃതൗ താലവനം പ്രഭു. ഇങ്ങനെ ആ സുഹൃത്തുക്കള് കൂട്ടുകാരൊക്കെ പറയണത് കേട്ടപ്പോ അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയല്ലേ കാരുണ്യവാരിതല്ലേ ഭഗവാൻ. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കണ്ടേ? ചിരിച്ചു പോവാലോ നമുക്ക് എന്തും ചെയ്യാം. അവനെ കൊന്ന് ആ താലഫലം ആ പനന്നൊക്കെ നമുക്ക് കഴിക്കാട്ടോ. എല്ലാവർക്കും കൂടി പോവാ. എല്ലാരും പുറപ്പെട്ടോളൂ, പോവാ പറഞ്ഞ എല്ലാവർക്കും അങ്ങോട്ട് സന്തോഷമായി. അവരെല്ലാരും ആറുപ്പ് വിളിച്ച് ഭഗവാനും രാമനും പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ ഇന്നാ ഇനി പഴമൊക്കെ കഴിക്കാൻ പറ്റും. അവനെ കൊന്നത് തന്നെ എന്ന് അവർക്ക് മനസ്സിലായി. അത്ര ശക്തന്മാരാണ് 2 പേരും. അവരത് ചെയ്യും എന്നുള്ളത് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി പുറപ്പെട്ടു. അതാണ് ഭക്താഭീഷ്ടപ്രദനായ ഭഗവാൻ. അത് കൊടുക്കാണ്ടിരിക്കുവോ ഗോപന്മാർക്ക്? എപ്പോ എന്താഗ്രഹിച്ചാലും ഭക്തന്മാര് അത് കൊടുക്കും. അതും വളരെ മന്ദഹാസപൂർവ്വമാണ് അവരോട് പറഞ്ഞത്. നമുക്ക് പോവാലോ, എന്താ വിഷമം? എത്രയോ മഹത്തായ ഫലം നൽകുന്ന ഭഗവാൻ ഇത്ര നിസ്സാരമായിട്ടുള്ള ഫലം അത് കൊടുക്കാന്ന് പറഞ്ഞത് എന്താ? അതെന്താ ഇത് ചോദിച്ചത് അവരൊന്നും? അങ്ങനെയാണെങ്കിൽ ഭഗവാൻ അതൊന്നും എന്തും നിസ്സാരമായാലും വലിയ കാര്യമായാലും എന്തായാലും ഭക്തന്മാരെ ആഗ്രഹിച്ചാൽ അതുപോലെ ഭക്തിയുള്ളവര് ഭഗവാൻ അത് നൽകും. അതാണ് പ്രഭുവാണ്. എന്തും നൽകാൻ ശക്തനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.